നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. സർ, വന്ദേ മാതരം. വന്ദേ മാതരം പ്രശാന്ത്, വന്ദേ മാതരം. സർ, ഈ സൗദി അറേബ്യയും ഇന്ത്യയുമായിട്ട് ഒരു മികച്ച സൗഹൃദം നിലനിൽക്കുകയാണ് എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതിൽ ചില അസ്വാരസ്യങ്ങൾ, ചില ചെറിയ ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടായിട്ടുള്ളതായി പറയപ്പെടുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സൗദിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിവരം നമ്മളെ വളരെയധികം അലോസരപ്പെടുത്തുന്നുണ്ട്. അതായത് സൗദി അറേബ്യയിൽ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടു. സാധാരണ ഒരു ഹെലികോപ്റ്റർ അപകടം ഉണ്ടായി, അത് 14 പേര് അതിൽ കൊല്ലപ്പെട്ടു. പക്ഷേ ആ ഒരു സാധാരണ ഹെലികോപ്റ്റർ അപകടമല്ല അത് എന്നാണിപ്പോൾ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗം, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളുടെയും രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ മൊസാദ് പോലെയുള്ളവരൊക്കെ ഇത് ശ്രദ്ധിക്കുമല്ലോ. എന്താണ് വാസ്തവത്തിൽ ഈ സൗദി അറേബ്യയിൽ സംഭവിച്ചിരിക്കുന്നത്? ഇത് ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിന് പോറലേൽപ്പിക്കുന്ന എന്തെങ്കിലും ഘടകങ്ങൾ അതിനകത്തുണ്ടോ? ഈ അപകടം ഒരു സാധാരണ അപകടമല്ല എന്ന് കരുതാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രശാന്ത്, ഈ സൗദി രാജകുമാരൻ MBS അദ്ദേഹം ഇത്തിരി ബുദ്ധിയും വിവരമൊക്കെ ഉള്ള ആളാണ്, അതിന് സംശയമൊന്നുമില്ല. അവിടെ സ്ഥിരം നേരത്തെ ഉണ്ടായിരുന്ന പുള്ളിയുടെ വാപ്പയും അവരൊന്നും അത്ര പോരായിരുന്നു. കുറേ ഓയിൽ വിറ്റ പൈസ കൊണ്ടിങ്ങനെ അടിച്ച് പൊളിച്ചിങ്ങനെ ജീവിച്ചും ഒരുപാട് ഭാര്യമാരും ആയിട്ട് കൊട്ടാരത്തിൽ അങ്ങനെ കഴിഞ്ഞിരുന്നതാണ്. പക്ഷെ ഇയാൾ രണ്ടാമത്തെ മൂന്നാമത്തെ ആളാണ്, മൂത്ത ആളല്ല. അപ്പോൾ ഇയാൾ പക്ഷെ ഡൈനാമിക്കാണ്. അപ്പോൾ ഇയാൾ വന്ന വരവെന്ന് പറഞ്ഞാൽ ഭയങ്കര വരവായിരുന്നു. ഇന്ത്യക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു. ഈ സൗദി MBS വരുന്നതിന് മുമ്പുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ടെററിസ്റ്റുകളെ സഹായിക്കുക. പാകിസ്ഥാൻ, ഖത്തർ, ഇവർ ബംഗ്ലാദേശ് ഒന്നുമില്ല, ബംഗ്ലാദേശിൻ്റെ പൈസ ഒന്നുമില്ല. ഈ ഫൈനാൻസ് ലോകം മുഴുക്കെ ടെററിസം ഫണ്ട് ചെയ്യുന്ന ഈ സൗദിയും ഖത്തറും ആയിരുന്നു നേരത്തെ. ഇപ്പം MBS വന്ന ശേഷം അത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പം കംപ്ലീറ്റ് ഖത്തറും ഒറ്റയ്ക്കാണ് ചെയ്തത്. എന്നാലും സൗദി ഒരു ഫണ്ടമെൻ്റലിസ്റ്റിക് ഒരു സ്വഭാവമാണ്. പണ്ടും അതായിരുന്നു. MBS വന്ന ശേഷവും അതിൽ നിന്നൊരു വ്യത്യാസമുണ്ട്. പക്ഷെ അതൊരു അല്ല, ഒരു മോഡേൺ ടൈപ്പ് സോഫിസ്റ്റിക്കേറ്റഡ് ഫണ്ടമെൻ്റലിസ്റ്റിക് അപ്രോച്ചാണ്. ഞാനും ആദ്യം എനിക്കും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷേ അത് എല്ലാ സ്ഥാനത്തായി. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ പിടിച്ച് മടിയിരുത്തിയിട്ടുണ്ട്. പാകിസ്ഥാന് നേരത്തെ ഉണ്ട്. അത് ഈ 25 വർഷം മുമ്പ് തന്നെ ഏകദേശം 25,000 പാകിസ്ഥാനി സോൾജേഴ്സ് അവിടെ ഉണ്ട്, സൗദിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻകാർ ഈ ഇൻ്റലിജൻസ് ISI കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങളെ അട്ടിമറിക്കും. മറ്റേ ഈ പാകിസ്ഥാൻ ISI ബ്രദറിൻ്റെ അടുത്തും പോവും. മുസ്ലിം ബ്രദർഹുഡ്, പിന്നെ ISIS, താലിബാൻ, എല്ലാവരുമായിട്ട് ഇവരടുപ്പമാണ്. എന്നിട്ട് പറയും നിന്നെ മറ്റവൻ തട്ടും, അല്ലെങ്കിൽ നിന്നെ ഇവൻ തട്ടും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കും. അതിലെ അഗ്രഗണ്യരാണ് ISI. അങ്ങനെ ഈ താലിബാൻ അല്ല, ഈ അടുത്ത് MBSൻ്റെ അടുത്ത് പറഞ്ഞത് മറ്റേ പ്രസംഗം പള്ളിയിൽ തീവ്രവാദമുണ്ട് മറ്റുണ്ട്. അതിന് ശേഷമാണ് ഇങ്ങനെ കുറച്ച് സെൻസർഷിപ്പൊക്കെ ഏർപ്പെടുത്തിയത്. ആക്ച്വലി ഉണ്ട്, ഇറാൻ്റെ തീവ്രവാദികളും പിന്നെ അല്ലാതെ ബ്രദർഹുഡ് ഈജിപ്തിലാണ് ഉദയം, അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇയാൾക്ക് ഒരു ന്യൂക്ലിയർ ബോംബ് കിട്ടിയേ പറ്റും. കുറച്ച് നാളായി ഇങ്ങനൊരു ആഗ്രഹമാണ്. ഈ നമ്മുടെ ചില നായർ വീടുകളിലൊക്കെ ആനയെ വളർത്താൻ പൈസ ഇല്ല, പണ്ടുണ്ടായിരുന്നു. എൻ്റെ ഉപ്പുപ്പാക്കർ ആന ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ഇല്ല. എന്നാലും വാടകയ്ക്കെങ്കിലും ഒരു മാസം ഒരു ആനയെ കൊണ്ട് വീട്ടിൽ ആനപ്പിണ്ടോ അല്ലെങ്കിൽ ആന തന്നെ ഒരു മാസം അവിടെ നിൽക്കട്ടെ, അതൊരു ഹരം. അതേപോലെ ആനയെ നിർത്താനുള്ള പൈസ ഇല്ല. ഇത് അതല്ല, ഈ ടെക്നോളജി ഇല്ല. ഇത് ഇവരുടെ IQ വൈസ് ഇവർ വളരെ ബാക്കിലോട്ടാണ്. ഇവർ അഡ്വൈസേഴ്സ്, ഈ സൗദി അഡ്വൈസേഴ്സിനെ വെച്ചാണ് കാര്യങ്ങളൊക്കെ ചെയ്യണം. നല്ല സായിപ്പന്മാർ അഡ്വൈസേഴ്സും, പിന്നെ അതിനകത്ത് കൊഴുത്തുരുമ്പ് പാകിസ്ഥാനികളൊക്കെ അഡ്വൈസേഴ്സുണ്ട്. അങ്ങനെയാണ് ഇവർ മുന്നോട്ടുണ്ട്. അല്ലാതെ
ഇപ്പോൾ സൗദി മിലിറ്ററി എക്സ്പെർട്സ് അമേരിക്കയിൽ എൻ്റെ അടുത്ത് US ഒന്ന് രണ്ട് പേര് പറഞ്ഞാണ് ഇവരെ അവിടുത്തെ വാർ കോളേജിലൊക്കെ അയക്കും പഠിക്കാൻ. യുവന്മാർ 2 ദിവസം പോകും, പിന്നെ പോവില്ല. പിന്നെ യുവന്മാർ ബ്രോതലിലൊക്കെ ആയിരിക്കും സ്ഥിരം. പിന്നെ അമേരിക്കക്കാർ പോട്ടെ നമ്മളിനി വിട്ടു എന്ന് പറഞ്ഞ് അങ്ങ് വിടുമായിരുന്നു. അപ്പോൾ പഠിക്കാൻ തലേ കയറണ്ടേ. ഇതൊക്കെ ഭയങ്കര കോംപ്ലക്സ് ടെക്നോളജിയാണ്. ചുമ്മാ F-16 പറത്താൻ പറ്റുമോ? F-16 സുഖോയ് 30 എന്ന് അങ്ങനെ ചുമ്മാ ഒന്നും എടുത്ത് പറത്താൻ നോക്കില്ല. സാധാരണ വിമാനം തന്നെ. അറബികളിൽ തലയിൽ ആള് താമസമുള്ളത് ഇറാഖികളും ഈജിപ്ഷ്യൻസുമാണ്. ഇപ്പൊ UAE പിടിച്ചു വരുന്നുണ്ട്. പക്ഷെ എന്നാലും നോട്ട് അപ് ടു ദ മാർക്ക്. അവർക്ക് അഡ്വൈസേഴ്സും സഹായവും ഒക്കെ വേണം. ഇപ്പൊ അബ്രാംസ് ടാങ്ക് USA സൗദി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അത് ഓപ്പറേറ്റ് ചെയ്യാൻ അമേരിക്കക്കാർ അല്ലെങ്കിൽ അത് അവിടെ തന്നെ കറ്റാസ്ട്രോഫി ആവും. അത് തുരുമ്പൊന്നും എടുക്കില്ല. അത് അമേരിക്കക്കാര് ഓയിലൊക്കെ ഇട്ട് അതൊക്കെ അപ് ടു ഡേറ്റ് ആക്കി വയ്ക്കും. പൈസ അല്ലേ, സൗദി ഇഷ്ടംപോലെ പൈസ കൊടുക്കും. അപ്പൊ ഈ നമുക്കൊരു ന്യൂക്ലിയർ വേണം. അത് ഇപ്പൊ ഇറാന് തലയുണ്ട്, ബുദ്ധിമാന്മാരാണ്, ഒരു സംശയം വേണ്ട. പക്ഷെ തലക്കെട്ടുകാരവിടെ വന്നതാണ് അവരുടെ പ്രശ്നം. തലക്കെട്ടുകാരില്ലായിരുന്നെങ്കിൽ ഇറാൻ ഇസ്രായേലിനെ പോലെ ഇറാൻ വരുമായിരുന്നു. എനിവേ, അപ്പൊ ഈ ഇറാനികൾക്ക് അപ്പൊ ഈ അവിടുത്തെ ഡോമിനൻസിന് വേണ്ടി മിഡിൽ ഈസ്റ്റിലെ ഡോമിനൻ ഉണ്ട്. ടർക്കി, സൗദി, ഇപ്പൊ UAE ഉണ്ട്. UAE, ഇറാൻ, ഈ ഇറാഖ് ഉണ്ടായിരുന്നു. ഇറാഖിനെ റെഡിയാക്കി. ഈ 4 പേര് ഇസ്രായേലിനെ നമുക്ക് മാറ്റി. ഇസ്രായേൽ ഓൺ ദ ടോപ്പ്. ഇസ്രായേലുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നോക്കില്ല. ഈ 4 പേര് തമ്മിലുള്ളതാണ്. എല്ലാം മക്കയാണ്. മക്ക ഞങ്ങളുടെ ആണെന്നാണ് ടർക്കി പറയുന്നത്. ഞങ്ങളുടെ കീഴിലായിരുന്നു. പിന്നെ ഇറാനികൾ പറയുന്നത് അത് ഞങ്ങളുടെ മറ്റേ അബൂബക്കറിൻ്റെ മറ്റേ എന്താ ഫാദറിലെ ആരോ ആയിരുന്നല്ലോ, പ്രോഫിറ്റ്, അങ്ങനെ സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അതെല്ലാം ഞങ്ങളുടെയാണെന്ന് ഇറാൻ പറയണത്. ഇവർ വിടുമോ MBS? അതെങ്ങനെയാണ്? ഞങ്ങളുടെ ഇവിടെ അല്ലേ ജനിച്ചത് വളർന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ? അപ്പോൾ ഇവർ അവിടുത്തെ റീജിയണൽ ഡോമിനൻസിന് വേണ്ടി ഭയങ്കര മത്സരമുണ്ട്. അതിലിപ്പോൾ ഇറാനാണ് ടോപ്പിലിരിക്കുന്നത്. അപ്പം ഇറാൻ്റെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ നമുക്കും വേണ്ടേ എന്നുള്ളതാണ് സൗദി. അതൊരു മണ്ടൻ തീരുമാനമാണ്. ഇതൊന്നും ഓപ്പറേറ്റ് ചെയ്യാനും ഇതൊന്നും പറഞ്ഞാൽ തലേ കയറാത്തവർ ഇതിനൊന്നും പോകരുത്. ന്യൂക്ലിയർ റിയാക്ടറിനോ അവരെ കൊണ്ടതൊന്നും പറ്റില്ല. പക്ഷേ ഈ പാകിസ്ഥാനികൾക്ക് പൈസ വേണമല്ലോ. അപ്പോൾ പാകിസ്ഥാനികൾ പറയും അതെല്ലാം ഞങ്ങളെ ശരിയാക്കി തരാൻ മറ്റാണ് മറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ 2026 അവിടെ ഒരു 20,000 സോൾജേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, പാകിസ്ഥാനി സോൾജേഴ്സ്. അത് അവർ പൈസ എടുത്ത് കൊടുത്താൽ പിന്നെ എന്തോ ചെയ്യും? പിന്നെ അതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. അപ്പോൾ ഈ പിന്നെ പാകിസ്ഥാനി സോൾജേഴ്സും പിന്നെ അവരുടെ ടാങ്ക്, മറ്റേ ചൈനയുടെ JF-17 എയർക്രാഫ്റ്റ് ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ട് അത് 10 രൂപ അവിടെ കൊണ്ട് ചിലവില്ലാതിരിക്കുകയാണല്ലോ. ഈ സൗദി കൊണ്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ സൽമാൻ അത്ര മണ്ടനൊന്നുമല്ല. യുവന്മാർ വന്നിട്ടോ ഈ പ്ലെയിനിൻ്റെ പെർഫോമൻസോ ഒന്നും ഒരു കാര്യമില്ലാന്ന് സൽമാൻ അറിയാം. എന്ന് പറഞ്ഞാൽ ലോകത്തൊരിടത്തും പ്രൂവണല്ലോ ഈ പാകിസ്ഥാനി ഓർ പിന്നെ ഇന്ത്യയുടെ സിന്ദൂറൊക്കെ ഇയാൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇയാളുടെ ലക്ഷ്യം അതല്ല, മറ്റേതാണ് ന്യൂക്ലിയർ. എങ്ങനെയെങ്കിലും ഒരെണ്ണം 1-2 അതിൻ്റെ വേണ്ടപ്പെട്ട സംഗതികൾ, റിയാക്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തപ്പി. റിയാക്ടർ പണിയാനുള്ള ഇത് പാകിസ്ഥാനില്ല. പാകിസ്ഥാൻ വഴി അണ്ണനെ വിളിച്ചുകൊണ്ടിരും ചൈനക്കാരനെ. അപ്പം റിയാക്ടർ ഇഷ്ടം പോലെ പൈസകളൊക്കെ ഇല്ലേ, പോപ്പുലേഷൻ ഇല്ല, ഓയിൽ ഭയങ്കര ഇൻകം. അപ്പോൾ ഒരു ഇവന്മാർ മരമണ്ടന്മാരാണ്. ഇതെല്ലാം കൂടെ വെക്കുമ്പോൾ ഇസ്രായേൽ ഒരു ദിവസം ഒന്ന് ഒറ്റ അടി അടിക്കും എല്ലാം കൂടെ. അതാണ് സംഭവിക്കാൻ പോണത്. അത് ഈജിപ്തിന് മനസ്സിലായി. ഈജിപ്ഷ്യൻസ് ബുദ്ധിയുള്ളവരാണ്. അവരതുകൊണ്ടാണ് ഇസ്രായേൽ പണിക്കില്ല. ഇസ്രായേലിലോട്ട് സമാധാന കരാർ ഒപ്പിട്ട് അവർക്ക് ന്യൂക്ലിയർ റിയാക്ടർ മറ്റത് മറിച്ചതൊന്നുമില്ല. കൊഞ്ഞു തൊട്ടടുത്താണ്. ഇസ്രായേലിനെ നശിപ്പിക്കും. അപ്പോൾ ഇത് അവർക്ക് തന്നെ പ്രശ്നമാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതൊന്നും ഈ സൽമാനൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ എനിവേ ഈ പാകിസ്ഥാൻകാർ അങ്ങ് ശരിക്കും അങ്ങ് മുതലാക്കുകയാണ് ഇതിനെ എരികേറ്റി. അപ്പോൾ ഇയാൾ പറഞ്ഞാണ് നിങ്ങൾ എനിക്ക് അത് തരാം ഇത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എവിടെ അപ്പം മുനീറല്ലേ ആള്. അപ്പം മുനീർ പിന്നെ ഇതാണ് സാർ, അല്ലെങ്കിൽ ഷെയ്ഖ്. വെള്ളമില്ലാത്തടത്ത് നീന്തുന്ന ഒരുത്തനാണ്. അതെ, കൊള്ളത്തരം എന്ന് പറഞ്ഞാൽ ഈ യുവമാരെ ഈ മുനീർ
ഞാൻ എപ്പോഴും പറയും അവിടെ നല്ല മനുഷ്യരും ഉണ്ട്. പക്ഷേ ഈ മുനീറിനെ പോലുള്ള ഗജ ഫ്രോഡ് ഈവൻ മറ്റേ പ്രൈം മിനിസ്റ്റർ പോലും അയാളൊരു സാധുവാണ്. ഈ വിഡ്ഢിയെ ഈ മറ്റേ നവാസ് ഷെരീഫിൻ്റെ തന്നെ ഈ പാവം ഈ വിഡ്ഢിയെ പോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. ഇവനാണോ അതിനകത്ത്, ഇവന് തൊലിയിലും ബ്രെയിനാണ് ഈ മുനീറിന്. നമ്മുടെ ശത്രുരാജ്യത്തിൻ്റെ ആർമി ചീഫ് അവൻ തന്നെയാണ് നമ്മൾ പറയേണ്ടത്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും അധികം ദ്രോഹിച്ചാണ് ഈ മുനീർ. അപ്പം ഈ മുനീറിന് പൈസ വേണം എന്ന് കഴിഞ്ഞാൽ 100 മില്യൺ കിട്ടിയ 50 മില്യൺ പട്ടാള ജനറൽസാണ്, ബാക്കി 50 അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. 50 മില്യൺ അടിച്ചു മാറ്റും. അത് ഇവർക്ക് എല്ലാവർക്കും അറിയാം, MBSനും ഒക്കെ അറിയാം സൗദിയിൽ. അപ്പോൾ ഈ പറഞ്ഞാണ് എവിടെ അപ്പം ഈ ന്യൂക്ലിയർ ബോംബിൻ്റെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഏത് സ്പെയർ പാർട്ടാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിൻ്റെ കില്ലർ സ്വിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു സാധനം ഇവന്മാർ ഈ ഹെലികോപ്റ്ററിൽ കയറ്റി ചുമ്മാ കയറ്റി കൊണ്ടുപോവില്ല. അത് അരാംകോയുടെ പ്ലെയിനാണ് അവിടെ തകർന്നു വീണത് 28-ാം തീയതി, ജൂൺ 28-ാം തീയതി രാവിലെ 6 മണിക്ക്. പക്ഷെ അതിന് 8 മണിക്കൂർ മുമ്പ് സൗദിയിൽ തകർന്നു വീണു. 14 പേരും കൊല്ലപ്പെട്ടു, ഒരാൾ രക്ഷപ്പെട്ടു. ഈ 15 എണ്ണം കൂടെ ഒരു ഹെലികോപ്റ്ററിൽ കയറുന്ന എനിക്കറിഞ്ഞുണ്ട് ഇതെന്ത് ഹെലികോപ്റ്ററാണെന്ന്. അങ്ങനെ ഒരാൾ അയാൾക്ക് റേഡിയേഷൻ, ഈ ന്യൂക്ലിയറുമായിട്ടുള്ള റേഡിയേഷൻ ബേൺസ് ഉണ്ട്, അയാൾ രക്ഷപ്പെട്ടു. ബാക്കി 14 പേരും തട്ടിപ്പോയി. അപ്പം അതെല്ലാം അത് പാകിസ്ഥാനി ഹെലികോപ്റ്ററാണെന്ന് പറയുന്നു, അതല്ല സൗദിയുടേതാണെന്ന് പറയുന്നു. പിന്നെ ആരും ഒന്നും വ്യക്തതയില്ല. പിന്നെ സൗദി ഖഷോഗി അവിടുത്തെ പത്രപ്രവർത്തകന് ന്യൂയോർക്ക് ടൈംസിലോ വാഷിങ്ടൺ പോസ്റ്റിലോ സ്ഥിരം കോളം എഴുതിക്കൊണ്ടിരുന്നതാണ് സൽമാൻ്റെ എതിരാളി ഖഷോഗി. ഈ ഖഷോഗി തുർക്കി എംബസിയിൽ പാസ്പോർട്ട് പുതുക്കാനായിട്ട് തുർക്കി എംബസിയിൽ സൗദി എംബസിയിൽ ചെന്ന് കയറി. തുർക്കിയിൽ ഇസ്താംബുളിലെ സൗദിയിൽ ചെന്ന ഇവനെ തലവെട്ടും. അപ്പം അയാൾ പേടിച്ച് അവിടെ ചെന്ന് ഞാൻ കണ്ടു ആ വീഡിയോ. ഇയാൾ കയറി കയ്യോ ഭാര്യ വെളിയിൽ നിൽക്കുകയാണ്, അകത്ത് കയറിപ്പോയി. പിന്നെ തിരിച്ചു തരും വന്നിട്ടില്ല. അയാളെ ഫ്ലഷ് ചെയ്ത് കൊന്ന ആസിഡിൽ ഒഴിച്ച് അയാളെ ഫ്ലഷ് ചെയ്ത്. അതിന് 3-4 ടീം സൗദിയിൽ നിന്ന് പോയി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ. പോസ്റ്റ്മോർട്ടം അല്ലല്ലോ, നമുക്ക് കീറി മുറിക്കാൻ, ഡിസെക്റ്റ് ചെയ്യാൻ, എന്നിട്ട് അതിനെ കലക്കാൻ ആസിഡിലിട്ട് കലക്കി എന്നിട്ട് ഫ്ലഷ് ചെയ്ത്. അപ്പോൾ ടർക്കി പോലീസ് വന്ന് അതൊക്കെ മാന്തിയൊക്കെ നോക്കി, ഒന്നും കിട്ടിയില്ല, അതങ്ങ് പോയി. അപ്പം ഇങ്ങനെ ഖഷോഗി അതാര് എന്നാണ് ഇപ്പം സൽമാൻ ചോദിക്കുന്നത്. നമുക്കറിഞ്ഞൂടെ, അങ്ങനെ എവിടെയോ കേട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പം ഇവർ പറഞ്ഞത്. അപ്പം ഇവരെ US പോലും ഇവരെ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഈ നമ്മുടെ MBS. അപ്പം US മിണ്ടിട്ടില്ല, ആരും മിണ്ടിട്ടില്ല. പിന്നെ പ്രശാന്തനും എനിക്കുമാണ് അപ്പം ഈ ഖഷോഗി ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഏതോ 1-2 മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്തു. അപ്പം അതേപോലെ ഇവന്മാർ പറയാണ് അങ്ങനെ ഒന്നും ഉണ്ടായില്ല, അതൊരു സിവിലിയൻ ഹെലികോപ്റ്ററാണ്, അത് മറ്റേ ഓയിൽ റിഗിലെ എഞ്ചിനീയേഴ്സാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തോ ചെയ്യും. പക്ഷെ അതിനിടയ്ക്ക് ഇറാൻകാരി പറഞ്ഞ് അത് ഞങ്ങളാണെന്നോ, മറ്റേ 8 കലി മമ്മുഞ്ഞ് പറയുന്നല്ല, അത് നമ്മളാണെന്ന് പറഞ്ഞു. പക്ഷെ വേറൊരാൾ മിണ്ടിയിട്ടില്ല, ഇസ്രായേൽ ഒരക്ഷരം മിണ്ടിട്ടില്ല ഇസ്രായേലുകൾ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇസ്രായേൽ തന്നെയാണ്. അവരിത് ചെയ്യണ കാര്യം നമ്മുടെ അജ്ഞാതന്മാരെ പോലെയാണല്ലോ, ഒന്നും മിണ്ടില്ല. എന്താ ചോദിക്കാം സാറേ? ഞാൻ ചോദിക്കുന്നത് ഈ അപ്പോൾ ഒരാളിൻ്റെ ശരീരത്തിൽ നിന്ന് റേഡിയോ ആക്റ്റീവ് പാർട്ടിക്കിൾ കിട്ടി എന്നുള്ളത് കിട്ടിയതല്ല, അത് അവനല്ലേ ചെയ്യേണ്ടത്, സൗദിയല്ലേ പറയേണ്ടത്. സൗദി പറയൂ? ഇല്ല, പറയുന്നില്ല. അവിടെ അങ്ങ് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പുറത്ത് കൊണ്ടുവരേണ്ടതാര്? അമേരിക്കയും USA-യും യൂറോപ്യൻ യൂണിയനും ഇവരെല്ലാം ഇയാളുടെ പെട്രോൾ ഡോളറിലല്ലേ കിടക്കുന്നത്. അവർ വിചാരിക്കുക എന്തെങ്കിലും ചെയ്തോണ്ട് പോട്ടെ, നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ സാർ. അപ്പോൾ ഇതൊരു ശരിക്കും ഒരു വെല്ലുവിളിയാണ് ഈ സത്യത്തിൽ. അവരും ഇങ്ങനെ ഒരു ആഗ്രഹമായിട്ട് വരും. അല്ല, നമ്മൾ സൗദിയെ അങ്ങ് വിട്, ഇഷ്ടംപോലെ പൈസ ഉള്ളതുകൊണ്ട് കൊടുക്കാം. അപ്പം ഇയാൾ വേറെ എന്തോ സാധനമാണ് കൊണ്ടുപോയത്, എന്തോ ഒരു ഇതിൻ്റെ ഒരു എന്തോ ഒരു സാധനമാണ്. അപ്പം അത് വിചാരിച്ച പോലെ നടന്നില്ല. അത് ഇസ്രായേൽ മറ്റോ അവരിത് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവമാർ ആരാംകോ എന്നൊക്കെ എഴുതി ഈ ഹെലികോപ്റ്ററിൽ കയറ്റി കൊണ്ടുപോയപ്പോഴേ ഇസ്രായേലിനറിയാം പിന്നെ ഇറാൻ്റെ സകല ന്യൂക്ലിയർ സയൻറ്റിസ്റ്റിനെ തകർത്തതല്ലേ, ഒന്നളഞ്ഞ ഇസ്രായേൽ. അപ്പം പിന്നെയല്ലേ സൗദിയിലെ ഒരു കാര്യം ചെയ്യാനാണ്. പിന്നെ അവർക്ക് സംശയം വന്ന് അവരെവിടെ അടിക്കും? അമേരിക്കയുടെ ഏറ്റവും വലിയ ബേസാണ് ഖത്തറിൽ, അവിടെ കയറി ആക്രമിച്ചു ഇതിൻ്റെ ഇടയിൽ. അപ്പം അവരൊന്നും മിണ്ടിട്ടില്ല. അപ്പം ഇതിനകത്തുള്ള പ്രതി പാകിസ്ഥാൻ. ഈ പാകിസ്ഥാൻ ഇതിനു മുമ്പും ഈ ബനാസിർ ഭൂട്ടോ ഇതിനേക്കാളും വലിയ കോട്ടുണ്ട്, ഇങ്ങനെ മുട്ടുവരെയുള്ള ആ കോട്ടിനകത്ത് CD-യിലാക്കിയാണ്
മിസൈൽ ടെക്നോളജി ഇവിടെ കൊണ്ട് കൊടുത്തത്, നോർത്ത് കൊറിയ കൊണ്ട് കൊടുത്തത്. അപ്പോൾ ഇവർ ഈ സാധനം അമേരിക്ക അതിലൊരു ചെറിയ പേടിയുണ്ട്, ഇവൻ താലിബാന് കൊടുത്തളയോ അമേരിക്കയുടെ എതിരാളികൾക്ക് കൊടുത്തളയോ എന്നൊക്കെ. അപ്പം അതുകൊണ്ടും കൂടെയാണ് അങ്ങനെയാണ് ഈ AQ ഖാൻ ഇവരുടെ ന്യൂക്ലിയർ ടെക്നോളജി എന്നൊക്കെ പറയുന്ന ആള് തന്നെ ഈ നോർത്ത് കൊറിയ ഉൾപ്പെടെയുള്ളവർക്ക് ഈ സാധനങ്ങൾ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതായി. അത് ശ്രമം നടത്തുന്നതിന് മുമ്പ് തന്നെ ബനാസർ കൊണ്ടുകൊടുത്തു. പക്ഷേ ഇയാള് ഇപ്പം പ്രശാന്ത് പറഞ്ഞത് കറക്റ്റാണ്, അത് ഇറാനൊക്കെയാണ് കൊണ്ടുകൊടുത്തത്. AQ ഖാൻ ഇറാന് അല്ല ലിബിയക്ക് കൊടുത്തു, ഗദാഫിയെ തട്ടിക്കളഞ്ഞു. വലിയ തലവേദന. അപ്പൊ ഇവന്മാർ ഇപ്പോഴും വലിയ തലവേദനയാണ്. അപ്പൊ അവർക്കും അറിയാം. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവന്മാർ ബാക്കിയുള്ളവർ വരട്ടുന്നത്, ബാക്കിയുള്ള രാജ്യങ്ങൾ. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഈ കാര്യത്തെ നമ്മുടെ ഇന്ത്യ എങ്ങനെയാണ് ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ ജാഗ്രത നമ്മൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. ഇതെല്ലാം നമ്മൾ നിരീക്ഷിച്ചു. നമ്മളെന്തെങ്കിലും നടപടി എടുക്കും? അല്ല, നമുക്കൊരു നടപടി എടുക്കണ്ടല്ലോ. അജ്ഞാതന്മാരൊക്കെ പോവുകയല്ലേ അവിടെ ഇവിടെയൊക്കെ. നമ്മൾ വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ചിലപ്പോ ഈ ന്യൂസ് തന്നെ ഇങ്ങനെ പുറത്തു വരാൻ കാര്യം നമ്മളായിരിക്കും. അതൊക്കെ നയതന്ത്ര സ്ട്രാറ്റജിക് ഡിപ്ലോമസി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ ഉള്ള അത് നമ്മുടെ രാജ്യം ചെയ്യട്ടെ. നമുക്ക് ഇതുപോലെ ആയിരുന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ സംഗതി ഇതാണ്, ഈ പാകിസ്ഥാനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല. ഇവന്മാര് തിരിഞ്ഞും പിരിഞ്ഞും എങ്ങനെ വേണോ വെട്ടും. പൈസ കൊടുത്താൽ അവന്മാർ എന്തും ചെയ്യും. എന്തായാലും ഈ പറഞ്ഞ പോലെ സൗദിയുടെ ആഗ്രഹം ഒരു ചെറിയ ആഗ്രഹമല്ല. പക്ഷെ അത് ആ മോഹം പൂവണിയുമോ എന്നുള്ള കാര്യമാണ് സംശയം. പ്രത്യേകിച്ച് ഇസ്രായേലൊക്കെ ഇനി ഒരു രക്ഷയില്ല. കാരണം ഇത് എല്ലാവരും ഏതാണ്ടൊക്കെ മനസ്സിലാക്കി. അതുകൊണ്ടല്ലേ ഹെലികോപ്റ്റർ. അതെ, ഇനിയിപ്പോൾ എളുപ്പമല്ല കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ കാശിന് ആർത്തി പൂണ്ട് പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം കുൽസിത നീക്കങ്ങൾ, അതിനെ ഈ ഇതുപോലുള്ള സിമ്പിൾട്ടൺ MBS പോലുള്ള ആൾക്കാർ കളിച്ച് ഇതുപോലുള്ള ഇതൊന്നും എനിക്ക് വേണം എന്ന് ആഗ്രഹിക്കാൻ പാടില്ല. അത് ആഗ്രഹിച്ച ഇതൊക്കെ ഭരണാധികാരി റിസ്ക്കാണ്. അതെ, ഈ കാര്യത്തിൽ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മോഹങ്ങൾ പൂവണിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. അതെ, എന്തായാലും പാകിസ്ഥാൻ പരിപൂർണമായിട്ടും ഈ ശ്രമത്തിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്കിത് നാണം മനസ്സിലാകുന്നത്. നാണം കെട്ടു, അതാണ് നമുക്ക് മനസ്സിലാകുന്നത്. വന്ദേ മാതരം.